ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ് ഗൈസ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലായിപ്പോയി, ചാനലല്ല, എൻ്റെ റൂം. ഇതാണ് എൻ്റെ അലമാരി. അകത്ത് കലുങ്കോലായി കിടക്കാണ്. ഈ അലമാരി സത്യം പറഞ്ഞാൽ അവിടെയാണ് ഇരുന്നത്, ആ കസേര ഇരിക്കുന്നിടത്ത്. പിന്നെ എൻ്റെ റൂമിൽ എൻ്റെ ഒപ്പം എൻ്റെ ഉമ്മീൻ്റെ ഉമ്മ എടുക്കും എന്ന് വെച്ചാൽ വല്ലുമ്മ. അപ്പോൾ ഉമ്മീൻ്റെ ഉമ്മാൻ്റെ അലമാരിയാണിത്. ഈ അലമാരി അവിടെ അറ്റത്തെ റൂമുണ്ട്, അവിടെ ഇറങ്ങിയിരുന്നുകൊണ്ടിരുന്ന. പിന്നെ റൂം ഒതുക്കി ഇപ്പം ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. പിന്നെ ഇവിടെ 2 ബെഡുണ്ട്. ഇവിടെ എൻ്റെ ഉമ്മീൻ്റെ ഉമ്മ എടുക്കും, ആൻഡ് ആ ബെഡിൽ ഞാനും കിടക്കും. പിന്നെ എൻ്റെ റൂമിൽ കുറച്ച് കാര്യങ്ങൾ കാട്ടിത്തരാം. ഇതാണ് ഞാൻ ഒരു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ അഭിപ്രായം പറയും. ഈ ഫോണിൻ്റെ ക്യാമറ ഒട്ടും കൊള്ളൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണം, ബ്ലറായി. അപ്പോൾ ഒരു നല്ലൊരു ഫോൺ എടുക്കണം. ട്രക്ക് കമ്പനി തന്നെ കേട്ടോ, ഹോട്ട് വീൽസ് അല്ല, മൈൽസ്റ്റോൻ്റെ ഒരു ട്രക്കാണ്. മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ചൈന കമ്പനിയാണോ ഒന്നും അറിയില്ല. പിന്നെ ഒരു ഹോട്ട് വീൽസിൻ്റെ ഒരു ട്രക്ക് ഉണ്ട്. എൻ്റെ ട്രക്കിൽ ഒരു XUV ഹോട്ട് വീൽസിൻ്റെ ആണ്. ഈ ക്യാമറ ഉള്ളില്ലാത്തതുകൊണ്ടാട്ടെ ഇങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ അടുത്തൊരു G-Wagon എൻ്റെ ഫ്രണ്ട് എന്നതാണ്, പ്ലാസ്റ്റിക് ആട്ട്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട്, ഇതെൻ്റെയാണ് ഹമ്മർ, മൈസ്റ്റോൻ്റെ തന്നെയാണ്. ഇത് ഏതൊരു കമ്പനിയാണ്, സൂറു. പുതിയ കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്, ചൈന കമ്പനിയാണ്. അപ്പോൾ ഇത് സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ആ സെറ്റിൻ്റെ ഒപ്പം ഉള്ളതാണ് ഈ സൂറുവിൻ്റെ ഈ കാറ്. പോലീസുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഈ ഫോണിൻ്റെ ക്യാമറ ഉള്ളില്ലാത്തത് കൊണ്ടാട്ട് ഇതിൻ്റെ അകം മര്യാദക്ക് ബ്ലറായത്. ഇതിൻ്റെ അകത്ത് ഒരു സീൻ ലാപ്പുണ്ട്, ക്യാമറ നല്ലതറിഞ്ഞ് കാട്ടി തന്നതാണ്, കൃത്യ റിയാലിറ്റി ഗൈസ്. പിന്നെ ഇവിടെ ഒരു ട്രക്ക് ഇരിക്കുന്നുണ്ട്, ആ ട്രക്കിൻ്റെ മേളിൽ തന്നെ ആ റൂമിൻ്റെ ഈ ടാങ്കറിന് ആ ഒരു രസത്തിന് കയറ്റി വെച്ചതാണ് കണ്ടു. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഹോട്ട് വീൽസാണ് കെൻഡർ ചെയ്യുന്ന കിട്ടണം. പിന്നെ അടുത്തതായി വരുന്നത് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു സൂറുവിൻ്റെ തന്നെയാണ്. സൂറുന്നാണ് ഞാൻ പറയാം, എന്താണെന്നറിയില്ല പേര്. ഇതാണ് അതിൻ്റെ തന്നെ ഒരു എന്തിപ്പോൾ പറയുക, ആംബുലൻസ് കണ്ടിട്ട് വേസ്റ്റ് വണ്ടി വരുന്നുണ്ടല്ലോ ഗൈസ്. പിന്നെ അടുത്തത് മൈസ്റ്റോൻ്റെ തന്നെ ഷെർവറിൻ്റെ ഏതൊരു വണ്ടിയാണ് കണ്ടോ. നെക്സ്റ്റ് കാറെന്ന് പറയുന്നത് പോർഷേൻ്റെ പഴയ മോഡലാണെന്ന് എൻ്റെ ഒരു വിചാരം. കണ്ടോ, പ്ലാസ്റ്റിക്കാണ്, കമ്പനിയല്ല. പിന്നെ അടുത്തതും പ്ലാസ്റ്റിക് കാർ തന്നെയാണ്, ഏതാണെന്നറിയില്ല. ഫ്രണ്ട് കണ്ടിട്ട് പകാനി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് എന്നൊരു കാറാണ്. ഇത് എനിക്ക് കണ്ടോ, ഇത് മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്പനിയൊന്നും ഇല്ല. ഇത് ആ മറ്റേതിൻ്റെ തന്നെ ഒരു വണ്ടിയാണ്. ഇത് കണ്ടോ, നിങ്ങൾ വിചാരിക്കും ആ വണ്ടീൻ്റെ അടുത്ത് പറ്റിക്കുന്നത്, ഇത് വേറൊരു വണ്ടിയാണ്, ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ കണ്ടതിൽ. പിന്നെ ഇതേതൊരു വണ്ടി പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതും പ്ലാസ്റ്റിക് കാറ് തന്നെയാണ്, ബുഗാട്ടീൻ്റെ റോൾസ് റോയ്സിൻ്റെ പഴയ മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു ഹോട്ട് വീൽസാണ്, ഇതെൻ്റെ ഫ്രണ്ട് എന്നതാണ്. ഫ്രണ്ട് എന്നതൊന്നും ഇത്തിരി ഒരു മെനയില്ല, അതേക്കണ്ട. ഇതെൻ്റെ ഫ്രണ്ട് എന്ന ഹോട്ട് വീൽസാണ്, ഇത് ക്യാമറ ബ്ലറായതുകൊണ്ടാണ്. പിന്നെ ഇത് ഇവിടെ ഒരു അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സ്പൈസ് അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് എൻ്റെ എത്താത്ത ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നൊരു കാറാണ്, സ്പൈസിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അവിടെ നല്ല വണ്ടികളും ഉണ്ട്, പക്ഷെ ഭയങ്കര റേറ്റൊക്കെ കുറവാണ്. 100-120 ചെറിയ വണ്ടികളുടെ റേറ്റ്. പിന്നെ ഇങ്ങനത്തെ ട്രക്ക് ഉണ്ട് പുറകെ, ഇങ്ങനെ ക്യാരിയറുകളുള്ള
അതിനൊക്കെ 260 എങ്ങാണ്ടാണ് വില വേണ്ട. ഇത് അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഗ്രാൻഡ് എന്നാണ് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പേര്. അവിടെ നിന്ന് വാങ്ങിയൊരു കാറാണിത്. കണ്ടോ, ഈ വണ്ടീൻ്റെ ഒരു ഹോട്ട് വീൽസ് ഉണ്ടായ എനിക്ക്, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത്. കണ്ടോ, പിന്നെ അടുത്തത് ഒരു അമേരിക്കൻ കാറാണ്. ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസിൻ്റെ ഉടായിപ്പ് കാറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസിന് 6 അതിൽ എഴുതിയത് ഡൈകാസ്റ്റ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസ്, പക്ഷെ അത് ഫേക്കായിരുന്നു. കണ്ടോ, കോഴിക്കോട് നിന്ന് ഞാൻ വാങ്ങിയതാണ്. 150 രൂപ കണ്ടായി. പിന്നെ ഇത് ഈ മെസ്റ്റോൻ്റെ ഒക്കെ വണ്ടികളൊക്കെ ഗൾഫിൽ നിന്നാണ്. കണ്ടോ, BMW Z3 ഇതിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടായി. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി പൊട്ടിച്ചറിഞ്ഞു. പിന്നെ മെസ്റ്റോൻ്റെ തന്നെ ഏതൊരു വണ്ടിയാണ്, ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് അടുത്ത മെസ്റ്റോൻ്റെ തന്നെ ഒരു വണ്ടി ലംബോർഗിനി ആണ്. ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മൈസ്റ്റോൻ്റെ കാർസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇത്രയും കാർസുണ്ട്. പിന്നെ മറ്റേ ടയർ റബ്ബറില്ലേ, അതിൻ്റെ ഒപ്പം കിട്ടണം അലോയാണ്. അത് പണ്ടത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തതാണ്. അത് തീർന്നപ്പോൾ റബ്ബർ. പിന്നെ അടുത്തത് ഒരു കാറിൻ്റെ ടയറാണ്, അത് ഊരിപ്പോയതാണ്. പിന്നെ സെലോ ടേപ്പ് ഉണ്ട്, സെലോ ടേപ്പില്ല, ഡബിൾ സൈഡ് ടേപ്പ്. പിന്നെ ഒരു ക്രയോൺ ആയിരിക്കുന്നു. ജെല്ലിൻ്റെ കൂടെയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ ഒരു കാറിൻ്റെ ഫോട്ടോ ഉള്ളൊരു പെൻസിൽ ഉണ്ടോ. പിന്നെ ഡോംസിൻ്റെ ഒരു പേന. കാറിൻ്റെ പോലെ ഒരു സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു കപ്പാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇതെൻ്റെ കസിൻ വാങ്ങി തന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, മിഥുരാജ് അവൻ്റെ ഇക്കാക്കാന്ന് വെച്ചാൽ അവൻ്റെ അളിയൻ വാങ്ങി തന്നതാണ്, എൻ്റെ അളിയൻ. പിന്നെ ഇത് പിന്നെ ഈ ഹോട്ട് വീൽസ് ഇല്ലേ, അതെൻ്റെ ഇത്താത്ത വാങ്ങി തന്നതാണ്. ഇത് ഹോട്ട് വീൽസ് അതിൻ്റെ പെട്ടിയാണ്. പിന്നെ ഒരു ട്രക്ക്, അതിൻ്റെ മേൽഭാഗം കാണില്ല. പിന്നെ കുറച്ച് വണ്ടികളുണ്ടായി, അതൊക്കെ കാണാനില്ല. പിന്നെ വേറെ ഒരു കാര്യം, ദിസ് ഈസ് മൈ വീടിൻ്റെ ബാൽക്കണി. ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ ബാൽക്കണി. എന്ത് രസമുള്ള കാഴ്ചയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഇത് എറണാകുളത്ത് മമ്പൗലൂം അറിയണവർക്ക് അറിയാമായിരിക്കും. മമ്പൗലൂ അവിടെ അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എറണാകുളം കരിമുകൾ ആ ഭാഗത്താണ് എൻ്റെ വീട്. ഇത് എറണാകുളം ആണെങ്കിൽ പക്ഷെ ഒരു ഇടുക്കി വൈബാണ്. ആ സ്ഥലമൊക്കെ മലപോലെ. അവിടെ ഒരു കയറ്റമുണ്ട്. ഇവിടുന്ന് ഈ കയറ്റത്തിൻ്റെ ഇതൊരു വലിയൊരു കുത്തനുള്ള നല്ല വലിയൊരു കയറ്റമാണ്. ഇവിടെ നോക്കിയാൽ ആ കയറ്റവും കാണാം, അവിടെ നോക്കിയാൽ ഈ കയറ്റവും കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നുള്ളത് എനിക്ക് 99 സബ്സ്ക്രൈബറായി. ഒരു സബ്സ്ക്രൈബറും കൂടി ആയാൽ എനിക്ക് 100 ആവും. എൻ്റെ ചാനൽ ഭയങ്കര ലോ ആയതുകൊണ്ട് ഇതൊക്കെ കയറാൻ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. സബ്സ്ക്രൈബർ ഒരെണ്ണം കൂടി ആയാൽ 100 ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.